ഹായ്, ഇസ്രയേലിലെ ജെറുസലേമിൽ നിന്ന് അഖിലയാണേ. ഞാൻ 2 ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു പോസ്റ്റ് ഇടണമെന്ന്, ഒരു വീഡിയോ ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര്, നമ്മുടെ ഫോളോവേഴ്സും നോൺ ഫോളോവേഴ്സും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട്, സേഫ് ആണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രത്യേക ആൾക്കാർ, അതായത് ചോറ് നമ്മുടെ നാട്ടിലും കൂറ് മറ്റേ പല ഭാഗത്തും കാണിക്കുന്ന കുറെ ആൾക്കാർ വന്നിട്ട് ഇൻബോക്സിലായാലും ഞാനിടുന്ന വീഡിയോയുടെ അടിയിലായാലും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. അങ്ങനെ തെറി വിളിച്ചെന്നും പറഞ്ഞ് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഞാനത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, എനിക്ക് ചോറ് തിന്നുന്നിടത്ത് കൂറ് കാണിച്ചാണ് ശീലം. അതുകൊണ്ട് അന്നം തരുന്ന നാടിനോട് എന്തൊക്കെ വന്നാലും എനിക്ക് മമതയുണ്ട്. അന്നം തരുന്ന നാട് എന്നും എന്റെ നെഞ്ചോട് കൂടി തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അന്നം തരുന്ന നാട് എന്ത് വൃത്തികേട് കാണിച്ചാലും കൂടെ നിൽക്കുമെന്ന്. അന്നം തരുന്ന നാട് വൃത്തികേട് കാണിക്കത്തില്ലെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ആ നാട്ടിലിരുന്ന് അന്നം കഴിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുറച്ച് മീഡിയാസ് പറയുന്നുണ്ട്, ഇസ്രയേൽ മൊത്തവും ഭയങ്കര മടപടലം പുക മൂടി ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇറാൻ ഇവിടെ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ മിസൈലുകളൊക്കെ പൊട്ടിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു കെട്ടിടങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അത്രത്തോളം മൊത്തം നാശനഷ്ടങ്ങളാണ്. പിന്നെ ഇപ്പം ഇസ്രയേലിന് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പുകയാണെന്ന്. ലൈവായിട്ട് നിങ്ങളെ ഞാനിത് കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ നിൽക്കുന്ന വീടിന്റെ വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ദൃശ്യമാണ് കേട്ടോ. ഇവിടെ എവിടെയാണ് പുകപടലം മൂടി ഇങ്ങനെ പരസ്പരം മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത്? അത്രയും സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് ഇസ്രയേൽ കടന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് തള്ളുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല. അത്രയും കാം ആൻഡ് ക്വയറ്റ് ആണ് ഇസ്രയേൽ. ഇതിപ്പോ ജെറുസലേമാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ ഇവിടെ എവിടെയാണ് പുകയും പടലും ഒക്കെ മൂടി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്നത്? സത്യത്തില് ഇസ്രയേൽ നടത്തുന്നത് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് തന്നെ പറയാം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ വേറെ ആൾക്കാർ വന്ന് താമസിച്ചിട്ട് അവർ പറയുകയാണ്, ഇത് ഞങ്ങളുടെതാണ്, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്താ, ഈ സാധനം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ എഴുതി കൊടുക്കൂ. അതുപോലെ തന്നെയുള്ളൂ ഇസ്രയേലും. ഇസ്രയേൽ അഭയം കൊടുത്ത പല ആൾക്കാരും വന്നിട്ട് ഈ ലാൻഡിന് വേണ്ടി, ഈ മണ്ണ് അവർക്ക് വേണ്ടതാണ്, അവരുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലുകാർ കൊടുക്കൂ. അത്രയും പരിശുദ്ധമായിട്ട് പുണ്യമായിട്ട് അവർ സംരക്ഷിക്കുന്ന ഭൂമിയാണിത്. ആ ഭൂമിയെ കയറി ചൊറിയാൻ വന്ന അങ്ങോട്ട് കയറി മാന്തിയിരിക്കും. അതാണ് ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ നയം. കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നവർക്കറിയാം, നാട്ടിലെ മാധ്യമങ്ങൾ കിടന്ന് തള്ളുന്ന കണക്കല്ല ഇവിടുത്തെ സ്ഥിതിഗതികൾ. കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു ദിവസം പോലും ഇല്ലാതെ ഡെയിലി ഇങ്ങോട്ട് മിസൈൽ വരുന്നുണ്ട്. ഒറ്റ ദിവസം ഇല്ലാതെ. അത് നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറ് അവിടെയും കൂറ് വേറെ പലയിടത്തുമാണല്ലോ. ഈ 2 മാസമായിട്ട് ഞങ്ങളെ പോലുള്ള പല ആളുകളും ഇവിടെ പറയുന്നുണ്ട്, ഇത്രയും മിസൈലുകൾ ഇങ്ങോട്ട് വന്നു, ഫുൾ അലേർട്ട് വരുന്നുണ്ട്, ഇവരെന്താ തിരിച്ചടിക്കാത്ത നമ്മളെ പോലുള്ള ആൾക്കാർ, ഇവിടെ ജോലിക്ക് വന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഇസ്രയേൽ എന്താ തിരിച്ചടിക്കാത്തതെന്ന്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഫാമിലിയിലെ ആൾക്കാരോട് നമ്മൾ ചോദിക്കൂല്ലോ, അതെന്താ ഇത്രയും ഇത് കാണിച്ചിട്ടും തിരിച്ചടിക്കാത്തതെന്ന്. അപ്പം ഇവര് പറയുന്നത്, അതായത് ജൂത സമൂഹം, നമ്മൾ അവരുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അത്രയും റെസ്പെക്ട് തരുന്ന ഒരു ജനവിഭാഗമാണ് നമ്മൾ. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻസിനോട് ഇവർക്ക് ഭയങ്കര കാര്യമാണ്, അത്രയും റെസ്പെക്ട് തരുന്നത്. അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലൈഫിനാണെന്ന്. സാധാരണ സിവിലിയൻസിനെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഇവര് ചെയ്യത്തില്ല. പക്ഷെ നേരെ മറിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇറാനായാലും ഗാസയിൽ നിന്നായാലും പലസ്തീനിൽ നിന്നായിട്ടും വരുന്നുള്ള സംഭവങ്ങളെല്ലാം സാധാരണ സിവിലിയൻസിനെ ഇപ്പോഴത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ 2 മാസമായിട്ടും നമ്മള് തിരിച്ച് ഇവിടുന്ന് ഇത്രയും പ്രൊവോക്കൻസ് നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ തിരിച്ചവരെ ഒന്നും അങ്ങോട്ട് അടിക്കാനേ പോയിട്ടില്ല. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ പറയുന്നത് ഇറാനെ കയറി ചൊറിഞ്ഞു, ഇറാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. സത്യത്തിൽ അങ്ങനെയല്ല സംഭവം. 2 മാസമായിട്ട് ഇങ്ങോട്ട് കണ്ടിന്യൂസ്ലി നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ച് നമ്മൾ ഇവിടുന്ന് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും മെസ്സേജ് വരുന്നുണ്ട്, ഒഫീഷ്യലി അനൗൺസ് ചെയ്തു, ഇനി ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കില്ല, കാരണം ഞങ്ങളുടെ സിവിലിയൻസിനെയാണ് ഇവർ കയറി തൊട്ടത്, ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരുടെ മടയിൽ പോയിട്ടാണ് അടിച്ചത്. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഒളിച്ചിട്ടും പാത്തിട്ടും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒളിയമ്പുകൾ ചെയ്ത സംഭവമൊന്നുമില്ല. അവരുടെ മടയിൽ പോയി അവർക്കിട്ട് കൊടുത്തതാണ്. അത് മാക്സിമം സാധാരണ സിവിലിയൻസിനെ ഒന്ന് നിങ്ങൾ ചില വീഡിയോസ് കണ്ടാൽ മതി, പുറകെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അവരുടെ കമാൻഡോസ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു ഫ്ലാറ്റില്, ഒരു 10-15 നിലയുള്ള ഒരു കെട്ടിടത്തില് ഒരു പോയിന്റ്, അതായത് നമ്മൾ ഈ മാൻഹോളിലൂടെ ഒക്കെ ചെന്നിട്ട് ചെയ്യുന്നില്ല, അതുപോലെ അവര് നമുക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന കമാൻഡോകളായിട്ടുള്ള ആൾക്കാരെ മാത്രം, സാധാരണ സിവിലിയൻസിനെ ഒന്നും ചെയ്യാതെ ആ പർട്ടിക്കുലർ പോയിന്റ് പോയിട്ട് അടിച്ചിട്ട് തിരിച്ചു വന്നു. ആ ഒരു ഫ്ലാറ്റിൽ കയറി മാത്രം ചെയ്തിട്ട് തിരിച്ചു വന്നു. അവിടുത്തെ സാധാരണ ജനങ്ങൾക്കൊന്നും ആ സമയത്തൊന്നും സംഭവിച്ചിട്ടില്ല.
പിന്നെ ഇവിടെ ഇപ്പം സേഫ് ആണോ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ സേഫ് ആണ്. ഒരേ സമയം, അതായത് ഇസ്രയേൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ യുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗാസയിലേക്കും പലസ്തീനിലേക്കും ഇറാനിലേക്കും ഒരേ സമയം നമ്മൾ ഇവിടുന്ന് മിസൈൽ അയച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് വരുന്ന നൂറുകണക്കിന് മിസൈൽസിനെ നമ്മൾ ഇവിടെ തടയുകയും ചെയ്യുന്നുണ്ട്. അയൺഡോം എന്ന് പറയുന്ന ഒരു സംവിധാനത്തില് ഇവിടുത്തെ ഇസ്രയേൽ ജനതയെ പോലെ തന്നെ നമ്മൾ ഫോറിനേഴ്സ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഈ അവസരത്തിൽ ഇങ്ങനെ ഞാൻ നിങ്ങളോട് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ശക്തമായിട്ട് നിങ്ങളോട് പറയണമെങ്കിൽ ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തോട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ പുറത്തു നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത്രമാത്രം ഇവര് ഈ ജനത അല്ലെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ട്. നമുക്കങ്ങനെ ഒരു കുഴപ്പവും സംഭവിക്കുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഒരു 300-400 മിസൈൽ ഒരേ സമയം ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന അതിനെ ഇവര് തടയിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ സമയം ഇവിടുന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ 300 എണ്ണത്തിൽ ഒരു 3-4 എണ്ണം ബൈ ചാൻസിൽ അവിടെ ഇവിടെ വീണ് പൊട്ടിയെന്നിരിക്കും. ഈ 300 എണ്ണത്തിനെയും നമ്മൾ ഒരേപോലെ ഡിഫൻസ് ചെയ്യുമ്പം ബൈ ചാൻസിൽ 1, 2, 3 അവിടെ ഇവിടെ ആയിട്ട് പൊട്ടുന്നു. നമുക്ക് എന്താ പറയാ, ഒരു 4 പേരുടെ മരണത്തിന് ഇന്നലെ ഇടവയ്ക്ക് അറബ് ഫാമിലി ആയിരുന്നു. അവർക്ക് നിത്യശാന്തി നൽകട്ടെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് 100 സംതിങ് സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ഇഞ്ചേർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. ഇന്നലെ രാത്രി ഇപ്പൊ 2 ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കണ്ടിന്യൂസ് ഇങ്ങനെ അലാം അടിക്കുന്നുണ്ട്, നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്, നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് മാറുന്നുണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും അഗൈൻ നമ്മൾ തിരിച്ചു വരും, വീണ്ടും അടിക്കും. 2 ദിവസമായിട്ട് സീരിയസ്ലി നമ്മൾ ഉറങ്ങുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു വല്ലാത്തൊരു ഭയം, അങ്ങനെ ഒരു സാധനം നമുക്കില്ല. കാരണം നമ്മളെ ഈ രാജ്യം അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളപ്രചരണം നടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര മോശമായിട്ട്, അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എപ്പോഴും നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭാരതം എന്നും ഇസ്രയേലിന്റെ കൂടെയാണെന്ന് നമുക്കറിയാം. കേരളം ഇസ്രയേലിന്റെ കൂടെ അല്ലെങ്കിലും ഭാരതം എന്നും ഇസ്രയേലിന്റെ കൂടെ നിന്ന ചരിത്രമേ ഉള്ളൂ. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സൈനികരെ കൊന്നപ്പം മിണ്ടാതിരുന്ന പല ഭരണാധികാരികളും ഇന്ന് ഇസ്രയേലിനെ പിന്നെ താറടിച്ച് കാണിച്ചിട്ട് ഇറാൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുന്നുണ്ട്. തെമ്മാടി രാഷ്ട്രമെന്ന് പോലും ഇസ്രയേലിനെ വിളിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ലോക രാഷ്ട്രങ്ങൾ എതിർത്ത് നിന്നാലും ഇസ്രയേൽ മാത്രമേ കൂടെ കാണത്തുള്ളൂ എന്നൊരു ഉറപ്പുണ്ട്. കാരണം കാർഗിൽ യുദ്ധത്തില് ഇന്ത്യ അത്രത്തോളം ആത്യന്തം കൂടെ നിന്ന് സഹായിച്ചത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഇറാനിൽ നിന്ന് ആരും സഹായം കൊണ്ട് വന്നിട്ടില്ലായിരുന്നു. ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ പോലും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മഹത്തരമായ സ്ഥാനമാണ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവർ പഠിക്കുന്ന ആ പാഠപുസ്തകത്തിൽ ആ കുഞ്ഞു മക്കൾ പഠിക്കുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ ഉള്ളിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമാണ്. ഇപ്പൊ നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലില്ലേ, അതുപോലെ തന്നെയാണ് അവരുടെ രാജ്യം കഴിഞ്ഞിട്ട് അവർ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു മഹത്തരമായ സ്ഥാനം. അപ്പം നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഏതൊരു രാജ്യവും ഇസ്രയേലിന് കൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുകയെന്ന് ആര് പറയും? കാരണം അത്രത്തോളം അവര് നമ്മുടെ ഭാരതത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കേരളം എന്ന് പറയുന്നൊരു കൊച്ചു സംസ്ഥാനം ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഭാരതം എന്ന വലിയ രാജ്യം ഇസ്രയേലിന്റെ കൂടെ തന്നെയാണ്. അതിനി ആര് കടന്ന് തള്ളിയാലും അതിനൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ കുറെ പേര്, അതായത് പ്രത്യേക ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ എന്നെ കൊല്ലുമെന്നും തല്ലുമെന്നും നിനക്കെന്നാ അവിടെ പോയിക്കൂടെ ഇവിടെ പോയിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ആരാണ് ഈ അധികാരം തന്നത്? എന്റെ ഇഷ്ടം, എന്റെ വാ കൊണ്ട് ഞാൻ എന്ത് സംസാരിക്കും, നിങ്ങൾക്കും എന്ത് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന രാജ്യത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ചോറ് കഴിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൽ കൂറ് കാണിക്കുന്നത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്ന തീവ്രവാദികളാണ്. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും എനിക്കൊരു ചുക്കുമില്ല. നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെ അനുകൂലിക്കുകയും നമ്മുടെ രാജ്യത്തിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നവർക്ക് ജയ് വിളിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ നട്ടലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? അതോ നിങ്ങൾക്ക് നട്ടലിന്റെ സ്ഥാനത്ത് വല്ല വാഴപ്പിണ്ടിയാണോ? എനിക്കെന്തായാലും അതല്ല.